മതിയോ? പോരാ അതൊന്നും ആയിട്ടില്ല, ലേശം ആ, കൂടി. ഞങ്ങൾ ക്ഷമ പറയാനുള്ള പോട്ടത്. ഞാൻ ലേറ്റാണ് വന്നത്. ഞാൻ നായരോടൊന്ന് നായർക്ക് ക്ഷമ പറയുന്നു. ഞങ്ങള് നമ്മുടെ ഗോഡ്സിന്റെ റൂമിലേക്കൊന്ന് ക്ഷമ പറഞ്ഞത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോ നമ്മൾ ക്ഷമ പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ നിങ്ങൾ ജി ക്ലബ് ഹൗസ് വിട്ടു പോകുന്നെന്ന് പറഞ്ഞതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ബന്ധുക്കോസുകാരും, പിന്നൊന്ന് ഞങ്ങളുടെ ജിസം പാസ്റ്ററുവാ. ഈ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാ. എന്നാ അയ്യോ ഇല്ല, ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാൻ കാര്യങ്ങൾ ഒത്തിരി ആളായിട്ട് ചോദ്യം പറച്ചിലൊന്നും ഇല്ല. നമ്മളിങ്ങനെ അകത്ത് നിന്ന് ഒരാൾ ഇവിടെ വീഡിയോ എടുക്കുന്നു, മറ്റേ ആൾ അവിടെ വീഡിയോ എടുക്കുന്നു, ഇതല്ലാണ്ട് വേറൊരു രീതിയിലൊരു സംഭാഷണം നടക്കുന്നില്ല. കോശാൻ അറിയാലോ നമ്മൾ അല്ലേ, അതല്ലേ എൻ്റെ ഒരു മര്യാദ. അപ്പുറം ഇപ്പുറം നിൽക്കുക. പിന്നെ അല്ലാതെ ഇന്നലെ ഒന്ന് നമ്മുടെ കൊടുത്തോട്ട സാറ് ശരിക്കും ഇക്ലിപ്പാസ്റ്ററായിട്ട് എന്തൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്നുണ്ട്, എന്തൊക്കെയോ പറയാം, ഒത്തിരി ഇങ്ങനെ പറയണം. കുനിഞ്ഞു നോക്കുന്നു, ബെഡ്റൂമിൽ പോയി കുനിഞ്ഞു നോക്കാം, അതൊക്കെ നബീചരിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി അങ്ങ് ഇക്കിളി രീതിയിൽ സംസാരിച്ചു. ആരെങ്കിലും വിളിനെ ഇക്കിളി പാസ്റ്റർ എന്ന് വിളിക്കുമെന്ന് വരെ എനിക്ക് പേടിയാ തുടങ്ങി. ആ രീതിയിലാണ്. ചാക്കോ പാസ്റ്ററും പോയിട്ടുണ്ടോ? ചാക്കോ അവിടെ പോയാണല്ലോ, എല്ലാരും അവിടെ. ഇപ്പൊ ഇവര് നിർത്തിയോ മറ്റേ സംഭവം? നിർത്തിയോ അവര്? കൊടുത്തോട്ടൊക്കെ മറ്റേ കംപ്ലീറ്റ് പ്രതിനിധി അടിയോ? കംപ്ലീറ്റ് തണ്ണിമത്തലൊന്നും വലിയ ആത്മീയ വിഷയങ്ങളൊന്നും സംസാരിക്കുന്നില്ല. വെറുതെ പോയി മറ്റേ അവർക്ക് ഇപ്പോഴും പഴയ പരിപാടി എന്നല്ല, അത് നല്ല പരിപാടിയാണ്, ഒരു ഇസ്ലാമിക വിമർശനം, അതേ പറ്റത്തുള്ളൂ. അല്ലാതെ സ്വന്തം വിശ്വാസത്തിന് വിഷയം എടുത്തു കഴിഞ്ഞാൽ എല്ലാം പൊട്ടും. കേട്ടില്ല. എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതല്ല, പരിപാടി ഞാൻ നടത്തുന്നതല്ല. അയ്യോ, അത് പരിപാടി നടത്തുന്ന നമ്മുടെ സാബുച്ചാൻ, നമ്മുടെ പിടിക്കുന്ന കറക്റ്റ് നല്ല സമീപനമാണ്. പക്ഷെ അത് ആദ്യം കുടിത്തോട്ടമെന്ന് ചിന്തിച്ചതാണ് വേണ്ട ഈ കേസിൽ. പക്ഷെ വലിച്ചു വാരി കൊണ്ടുവന്നതാണ്. ആ സ്ട്രക്ചറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ഡിസ്കഷൻ ലോഞ്ചിൽ അന്നുകൊണ്ടിരുത്തിയാണ് ഇത്രയും വലിയ പ്രശ്നമായത്. അത് ഈ മനുഷ്യൻ തന്നെയാണ്, ഈ ധർമ്മം തന്നെയാണ്. ഇല്ല, ഇവര് ഈ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഈ സഹോദരനാണ് ആ പുള്ളിയുടെ ചോദ്യം ചോദിച്ചത്. ഒരു പാസ്റ്റർ അറിഞ്ഞിട്ട് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല നിങ്ങൾ, അത് അങ്ങനെ പറ്റിപ്പോയത്. അല്ലെങ്കിൽ പുള്ളി ഇറങ്ങൂലായിരുന്നില്ല. അത് സത്യമില്ല. ഞാൻ അവസാനം ഈ ക്രിക്കറ്റ് കുത്തിയത് ജെയ്സ. ആദ്യത്തെ ദിവസം ഇവരെല്ലാം ചായ കൊടുത്ത് നല്ല ഇതായിരുന്നു, ധാരാളം കൊടുത്ത് പാസ്റ്റർ ഇരിക്കുന്നൊക്കെ പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ടത് ഡിസ്കഷൻ ലോഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ക്ലബ് ഹൗസ് കത്തോലിക്കർ എന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന ആദം എന്ന പേരിലുള്ള ഒരു ഐഡിയയിൽ നടത്തുന്ന റോണി എന്നാണ് അയാളുടെ പേര്. നിരീശ്വരവാദവും ജോർജ് അല്ലെങ്കിൽ യഹോവ പിശാചാണെന്നും പഴയ നിയമം ദൈവവചനമല്ല എന്നും ഒക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ പറയുന്നൊരു വ്യക്തിയാണ് ഈ ആദം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡിസ്കഷൻ ലോഞ്ച് എന്ന ഗ്രൂപ്പിൽ നടന്ന ചർച്ചയാണ് നിങ്ങളിവിടെ കേട്ടത്. ഇവിടെ യാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ചന്തയുടെ മോഡാണ്. ക്രിസ്ത്യാനിറ്റിയെ പൂർണ്ണമായി തകർക്കുകയും ഇന്ന് നടക്കുന്ന ആളുകൾ പക്ഷം പിടിച്ച് ഒരു വിഭാഗത്തെ അറ്റാക്ക് ചെയ്യാനൊക്കെ തന്ത്രപരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വിമൽ അവിടെയുണ്ട്. ധർമ്മദീപ്തി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. നമുക്കറിയാം ധർമ്മദീപ്തി അജി പോൾ എന്ന് പറഞ്ഞ വ്യക്തി. അങ്ങനെ അവർ ആ കൂട്ടായ്മയിലുള്ള അനേകർ. കോശി ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്നും സത്യവേദ പുസ്തകം മലം തുടയ്ക്കേണ്ടതാണെന്നും പറഞ്ഞ വ്യക്തി ഇരിപ്പുണ്ട്. ഷൂപിടിക്കൽ POC ബൈബിൾ വൃത്തികെട്ട പറങ്കി മുഴുവൻ POC ബൈബിളാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജിയുടെ ആളുകൾ അതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലബ് ഹൗസ് അറിയാമെങ്കിൽ ഇതിൻ്റെ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പോയി ഇത് ജിയുടെ ഒരു പ്രധാന മോഡാണ്. ആൻഡ് ഓബ്ര ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലുള്ളൊരു ഗ്രൂപ്പാണിത്. ഞാൻ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത് വിമൽ എന്ന് പറയുന്ന കത്തോലിക്ക ചങ്ങനാശ്ശേരിയിലുള്ള വിമലിൻ്റെ യഥാർത്ഥ പേര് വിമൽ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. വിമൽ എന്ന് അറിയപ്പെടുന്ന വിമൽ മാത്യുനോ എന്തോ ആണ് പലരും പറയുന്നത് കേൾക്കുന്നത്. വിമൽ തോമസിനോ എന്തോ ആണ്. അദ്ദേഹത്തെക്കുറിച്ചും ഒരു പ്രത്യേകമായ ചില കാര്യങ്ങൾ തുറന്നു പറയാനും ഇതിൻ്റെ നെറികേടുകളെക്കുറിച്ച് തുറന്നു കാണിക്കാനുമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വീഡിയോയിൽ ഞാൻ വരുന്നത്. ഇതും ഡിസ്കഷൻ ലോഞ്ച് എന്ന ഈ ഒരു പൈശാചിക കൂട്ടത്തെ കുറിച്ചും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ അജി പോൾ എന്ന വ്യക്തി വചനത്തിന് വേണ്ടി നിലനിൽക്കുകയും വചനത്തെ സീരിയസ് ആയി സമീപിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി കോശി എന്ന ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയുന്ന കോശിയും ഒക്കെ വചനത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു വചനത്തിലേക്ക് ഒന്ന് പോയിക്കൊണ്ട് നമ്മളുടെ ക്ലിപ്പുകളൊക്കെ കേൾക്കുന്നത് നമുക്ക് ആരംഭിക്കാം. 2 യോഹന്നാൻ യോഹന്നാൻ്റെ ശ്ലീഹായുടെ 2-ാമത്തെ ലേഖനം, ഒറ്റ അധ്യായമുള്ളൊരു ചെറിയ ലേഖനമാണ്. ഇതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അപ്പം സുവിശേഷത്തിൻ്റെ പ്രബോധനത്തിന് നിലനിൽക്കാത്തവൻ. അപ്പോൾ ആരാണ്? പഴയ നിയമത്തിലെ ദൈവത്തെ തള്ളുന്നവർ 100% ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാത്തവരാണ് എന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. കാരണം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ പത്രോസിൻ്റെ പ്രസംഗം കേട്ടാലും 6-ാം അധ്യായത്തിലെ വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാലും ബൈബിൾ മുഴുവൻ വളരെ അസന്നിഗ്ധമായി പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് ഹോളി ട്രിനിറ്റിയായി പുതിയ നിയമത്തിൽ വെളിപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് പുതിയ നിയമം അസന്നിഗ്ധമായി പറയുന്നൊരു കാര്യമാണ്. സംശയിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിലെ ദൈവമല്ല ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഈ ബൈബിളിനെ തന്നെ സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കിൽ ഫ്ലഷ് അടിച്ച് കളയേണ്ടതാണെന്ന് ഒരുത്തൻ സത്യവേദ പുസ്തകത്തെ പറയും, മറ്റൊരുത്തൻ ഷിബു പീഡിയക്കൽ POC ബൈബിളിനെ പറയും, മൊത്തത്തിൽ പറയും. ഇതിനെ ന്യായീകരിച്ചു നടക്കുന്ന MR മോസിനെ പോലെയും പോയി ഇതെല്ലാം അവരുടെ ഒറിജിനൽ പേരുകളല്ല കേട്ടോ. അനിമോന്, അങ്ങനെ അലക്സാണ്ടർ, ലൂക്ക, ഇങ്ങനെ അതിൽ കുറച്ച് ആളുകളുടെ യഥാർത്ഥ പേര് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ. അങ്ങനെ അവരുടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോയിരിക്കുന്ന കുറേ ആളുകൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ദൈവമായ യാഹുവ എന്ന ദൈവമല്ല എൻ്റെ ദൈവം, അല്ലെങ്കിൽ യഹോവ എന്ന് പ്രൊട്ടസ്റ്റൻ്റുകാർ വിളിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം, ആ എൻറ്റിറ്റി അല്ല എൻ്റെ ദൈവം, ആ എൻറ്റിറ്റി പിശാചാണെന്ന് പറയുന്നവരോട് ഒരു ആത്മീയത ചർച്ച ചെയ്യാനോ ആത്മീയമായ വിഷയങ്ങളിൽ വിമർശനം നടത്താനോ മറ്റ് ക്രിസ്ത്യാനികളെ വിമർശിക്കാനോ ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ വിമർശിക്കാനോ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഈ യോഹന്നാൻ ശ്ലീഹയുടെ ഈ ലേഖനത്തിലേക്ക് കടന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാത്തവനും പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനം അവൻ്റെ പ്രബോധനം നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഈ സുവിശേഷത്തിൻ്റെ ഫണ്ടമെൻ്റലായ അടിസ്ഥാനപരമായ കാര്യങ്ങളെ തള്ളുന്നവരെയും സുവിശേഷത്തെ തന്നെ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയുന്ന ആളുകളെയും ഒരു ആത്മീയമായ ചർച്ചയ്ക്കോ ആദർശപരമായ ചർച്ചയ്ക്കോ വീട്ടിൽ പോലും കേട്ടതെന്നാണ് പറയുന്നത്. ഇനിയുള്ളതാണ് ബ്രദറെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. അഭിവാദനം എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ കണ്ടാൽ, വഴി കൂടെ പോകുന്ന ഒരാളെ നമ്മളൊരു പരിചയക്കാരനെ കണ്ടാൽ ഹലോ നമസ്കാരം എന്നാണ്ട് വിശേഷം ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ അവനെ അഭിവാദനം ചെയ്യരുന്നു പോലുമാണ് പറയുന്നത്. കാരണം ഒരു തരത്തിലുമുള്ള ഒരു സൗഹൃദവും അവരുമായിട്ട്, അവരൊരു നാട്ടിലുള്ള ആളുകൾ എന്നതിൽ നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാം, എന്തെങ്കിലും ആവശ്യത്തിന് സംസാരിക്കാം, എന്നതിനപ്പുറത്തേക്ക് യാതൊരു സൗഹൃദമോ അഭിവാദനം പോലും ചെയ്യരുതെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവരെ ആത്മീയമായി നേടാൻ വേണ്ടി അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് വചനം പറയാം, അവരോട് സൗഹൃദത്തിൽ ആയിരുന്നു കൊണ്ട് അവർക്ക് നന്മകൾ ചെയ്ത് ദുഷ്ടരോട് പോലും കരുണ കാണിക്കുന്നതൊക്കെ ചെയ്യാം. പക്ഷേ അവരോട് ചേർന്ന് ആധ്യാത്മികത, അവരെ രക്ഷയിലേക്ക് നയിക്കുക എന്നതിനപ്പുറത്തേക്ക് ആധ്യാത്മികത ചർച്ച ചെയ്യാനോ അവരോട് ചേർന്ന് മറ്റൊരു വ്യക്തികളെ വിമർശിക്കാനോ ഒന്നും അവകാശമില്ല. ഇപ്പോൾ അജി പോളും ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയുന്ന അജി പോളിൻ്റെ ബൈബിളായ സത്യവേദ പുസ്തകം ഫ്ലഷ് ആണെന്ന് പറയുന്ന, ഫ്ലഷ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയുന്ന കോച്ചിയും ക്രിസ്ത്യാനിറ്റി തന്നെ ബൈബിൾ തന്നെ ഒരു ബാലറമ്പൊക്കെ അത് കപടതയാണെന്നും പറഞ്ഞ യാസറും, ഇങ്ങനെ ഇവരെല്ലാം കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിയാലിറ്റിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതാണ് അവസാന കാലഘട്ടത്തിൻ്റെ ലക്ഷണം. അപ്പോൾ നമ്മളിങ്ങനെ ക്രിസ്തുവിൻ്റെ വേഷത്തിൽ വരുന്ന ആളുകളെ നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയണം. നമ്മൾ വിവേകത്തോടുകൂടെ വചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നു മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ച വചനം നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആഴത്തിൽ തറയ്ക്കട്ടെ. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ
അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. ഇനി ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊരു വചനത്തിലേക്ക്, അവസാന കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ വിശദമായി ധ്യാനിക്കേണ്ട, പരിശുദ്ധാത്മാവ് വിശുദ്ധം തരേണ്ട വചനങ്ങളാണ്. അപ്പം ഞാനൊരു മറ്റൊരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് വചനം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥമതികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കൾ അനുസരിക്കാതെ കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരും മനുഷ്യരുണ്ടാവും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്ത ഉള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ, ഇതാണ് പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. എന്താണ് അവർ ഇപ്പം ഡിസ്കഷൻ ലോഞ്ചിലുള്ള ആളുകളെല്ലാം ജിജിക്കാരെന്താ പറയുന്നത്, ഗോറിയസ് കോസ്, മഹത്തായ സുവിശേഷം എന്ന് പറഞ്ഞ് വചനമാണ് പറയുകയും, എന്നാൽ ഈ തിരുവചനം തന്നെ, ഈ കാണുന്ന തിരുവചനം തന്നെ എന്താണ്, തിരുവചനം തന്നെ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയാൻ ഒരു മനസാക്ഷി കുത്തുമില്ല. തിരുവചനത്തിൻ്റെ ദൈവമായ യാഹ്വേ, YHW എന്ന് പറയുന്ന എൻറ്റിറ്റി, യഹോവ എന്ന് പറയുന്ന എൻറ്റിറ്റിയെ ഞങ്ങളുടെ ദൈവമല്ലെന്ന് പിശാചാണെന്ന് പറയുകയും പുതിയ നിയമത്തിൽ വെളിപ്പെട്ട യാഹ്വയെ എന്ന ഹോളി ട്രിനിറ്റിയെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പോൾ ഇതിന് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ അതിൻ്റെ ഔട്ട്പുട്ടുകളിലേക്ക്, ഇനി അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവരിൽ ചില വീടുകളിൽ എന്ന് പറഞ്ഞാൽ ദുർബലകളും പാവങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെട്ടവർ സ്ത്രീകളെ വശപ്പെടുന്നു. ആ സ്ത്രീകൾ ആരും പഠിപ്പിക്കുന്നത് കേൾക്കാൻ തയ്യാറല്ല, എന്നാൽ സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം എത്തിച്ചേരാൻ അവർ കഴിയില്ല. അപ്പോൾ എന്നാസും എബ്രാസും മോശയെ എതിർത്തുപോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു. അവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസനിന്ദകരുമാണ്, എന്നാൽ അവർ അധികം മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ ഒക്കെ കാണുന്ന ഈ സമൂഹം, അജി പോൾ, ഈ പറയുന്ന ജെയ്സ് ഫോർ ക്രൈസ്റ്റ്, SK അച്ചായൻ എന്ന് പറഞ്ഞ്, ഇതെല്ലാം ഇവരുടെ യഥാർത്ഥ പേരല്ല കേട്ടോ. SK അച്ചായൻ, ബിഞ്ചി യഥാർത്ഥമാണ്. ഒരു ബ്രദറൻ സമൂഹത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വന്ന ബിഞ്ചി, ധർമ്മദീപ്തി എന്ന് പറയുന്ന അജിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ജോണ്, ഇവർ കുറേ ആളുകളുണ്ട്. നമ്മൾ ഈ ക്ലബ് ഹൗസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഈ ഡിസ്കഷൻ ലോഞ്ച് പോലെയുള്ള ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും. ജോൺ മാത്യു, ഇദ്ദേഹം ഒരു കത്തോലിക്കനാണെന്ന് പറഞ്ഞത്. സിഫി സക്കറിയ എന്ന് പറയുന്നത്, അത് സിഫിന്ന് തന്നെ അത് ഒരു ഓസ്ട്രേലിയ, അദ്ദേഹം എന്താണ് ഒരു കത്തോലിക്കനാണെന്ന് പറഞ്ഞത്. വായെടുത്താൽ മനസാക്ഷി കുത്തില്ലാതെ നുണ പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. എത്ര നുണയെ വായെടുത്താൽ പറയുള്ളൂ. ജെയ്സ് ഫോർ ക്രൈസ്റ്റ് നമുക്കറിയാം, ഇയാളെ നമുക്കറിയാം. ക്രിസ്റ്റഫർ, ഇതെല്ലാം മൂടുമാരാണ്, ഇവരെ ഒഫീഷ്യൽ മൂടുമാർ. ജോ ലൂയിസ് എന്ന് പറയുന്നവൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ആളാണെന്നും തലശ്ശേരി രൂപതയിലെ ഏറ്റവും വലിയ ആളാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ശരിയായിരിക്കും കേട്ടോ, ഞാനത് നിഷേധിക്കുന്നില്ല. ബിനോയ് തോമസ്, എടത്തറ, ജോസേവിയർ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇവർ ഇതിനകത്ത് മോഡല്ലാത്ത ആളുകളും ഉണ്ട്, ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൂട്ടായ്മയിൽ ഒരു ക്രിസ്ത്യാനി പോയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ യോഹന്നാൻ്റെ സുവിശേഷം അല്ലയോ 2-ാം ലേഖനത്തിൽ പറയുന്ന എന്തെന്നാൽ ഇവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ പങ്കുചേരും. അപ്പോൾ ഷിബു പീഡിക്കലിനെ പോലെയുള്ള ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയുന്നവരുടെ അല്ലെങ്കിൽ ആദത്തെ പോലെ ദൈവത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ദൈവവചനത്തെ വളച്ചൊടിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന, ഷിബു പീഡിക്കലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആദത്തിൻ്റെയൊക്കെ റൂമിൽ പോയി സകല ക്രിസ്ത്യാനിറ്റിയുടെയും ദൈവത്തിൻ്റെ ശത്രുക്കളുടെ കൂടെ ഇരുന്ന് പങ്കുവെക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ ദുഷ്പ്രവർത്തികൾ നമ്മൾ പങ്കുകാരാകുക ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിമൽ എന്ന വ്യക്തിയെ കൃത്യമായൊന്ന് തുറന്നു കാണിക്കാനും ആ വിമൽ എന്ന വ്യക്തിയുടെ പ്രവൃത്തികളുടെ പോലെ തന്നെയാണ് ഇതിൽ ഭൂരിപക്ഷം പേരും ഉദാഹരണമായി എടുത്തുകൊണ്ട്
കത്തോലിക്ക വിശ്വാസിയാണെന്നും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും ഒക്കെ പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. ഇനി ഇയാൾ ഇത് പറയുന്നതുകൊണ്ട് കത്തോലിക്ക വിശ്വാസിയാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങളൊന്ന് കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യം നമുക്ക് ഈ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോശി എന്ന് പറഞ്ഞ വ്യക്തി വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് ഷിബു പീഡിക്കൽ എന്ന വ്യക്തി ടോയ്ലറ്റിലടിച്ച് ഫ്ലഷ് ചെയ്യേണ്ട കളയണമാണെന്നും യേശുവിൻ്റെ ശിഷ്യന്മാർ വ്യഭിചാരികളാണ്, മാതൃഭോഗികളാണ് എന്നും പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടു. ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പെണ്ണുങ്ങളെ അങ്ങ് അടിമകളാക്കുകയാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നല്ലോ. എന്നാ കോണത്തില്ല ബൈബിള് കൂടെ എന്നാ ബൈബിള് ഈ പെണ്ണുങ്ങളെ എന്താ കോണത്തിലൊരു ബൈബിളും. സജി ബ്രദറെ, ബൈബിൾ എന്നൊരു വാക്കിന് മിണ്ടി പോകരുത് പറഞ്ഞേക്കാം. അതെ അതെ, ബൈബിൾ എന്നൊരു വാക്ക് വേണ്ടി പോയത് കീറി കക്കൂസിലിട്ട് ഫ്ലഷ് അടിച്ചു വിടാനുള്ള സാധനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാരെങ്കിലും എടുത്തോണ്ടോ എടുത്തോണ്ട് പോട്ടെ. അല്ലെങ്കിൽ കൊള്ളുന്ന കാര്യമില്ലേ ഈ പെണ്ണുങ്ങളെ ഈ സ്ത്രീകളെ എന്തിനാ ഇങ്ങനെ അടിമകളാക്കുന്നത്? അവര് മനുഷ്യരല്ലേ? ഈ സ്ത്രീകൾക്ക് വിമോചനം നൽകിയ ഏറ്റവും വലിയ വിപ്ലവ നേതാവെന്ന് പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ട് അത് യേശുവിന്റെ ശിഷ്യന്മാര് അപരാധിമാര് ചെയ്തില്ലല്ലോ. അതല്ലേ എന്റെ കുഴപ്പം. കർത്താവാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പൊക്കിപ്പിടിച്ചത്. കാരണം എന്റെ പൊന്നനിമോനെ, കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ അനുയായികള് തായോളികൾ ചെയ്തില്ലല്ലോ. ചെയ്തോ? ഇല്ല. പക്ഷെ കർത്താവിന്റെ അനുയായികളില് കർത്താവിന്റെ അനുയായികൾ ആരാണെന്നാ പറഞ്ഞത്? ഭൂരിപക്ഷന്മാരും ഒരിക്കലേ പറയത്തുള്ളൂ, ഒന്നുകൂടെ പറയത്തില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ കമൻറ്റുകൾ, ഇതുപോലത്തെ ആർഗ്യുമെൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനിക്ക് തിരുവചനം ഗോറിയസ് ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കമൻറ്റ്, തിന്മയുടെ കമൻറ്റുകളാണ്. ഇതിനെ നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് അല്ലസ് നായർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഏതോ ഒരു റൂമിൽ വെച്ച് ഷിബുവിനോട് ഇത് ക്ഷമ പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഷിബു അവിടെ നിന്ന് എന്തോ പേരിന് വേണ്ടി ക്ഷമ പറയുകയൊക്കെ ചെയ്തപ്പോൾ കോച്ചി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ട്രോളിക്കൊണ്ട് ഒരു റൂമിട്ടിട്ട് ഒരു ക്ഷമയെ ഒരു പ്രഹസനമാക്കിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ റൂം നടത്തി നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പോൾ അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ജിയിലെ കോശി സോജി മാത്യു എന്ന ബൈബിളിനെ ടോയ്ലറ്റ് ഇഷ്യൂവായി കാണുന്ന പ്രധാന വ്യക്തിയെ തിരിച്ചറിയാമെന്ന് പറഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഇപ്പോൾ ഈ വിഷയത്തെ ഈ റൂമിൽ നടന്ന ഒരു സംഭവമാണ് അങ്ങനെ വളരെ മോശമായിട്ട് ട്രോളിറക്കി ഈ ക്ഷമയെ തന്നെ പരിഹസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ക്ഷമ പറയലെന്ന് പറയുന്നു മാത്രമല്ല സത്യവേദപുസ്തകത്തെ ചാരി ബൈബിളിനെ മലം തൊടണം, തീട്ടം തൊടണം എന്നൊക്കെ പറഞ്ഞ് വലിയ കമൻറ്റുകളൊക്കെ പാസ്സാക്കി പരത്തെറി വിളിക്കുമ്പോൾ ആ റൂമിൽ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വിമൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ട കമൻറ്റ്, നിങ്ങളിപ്പം കേൾക്കുന്നത് ഈ വിമൽ എന്ന് പറഞ്ഞ വ്യക്തി ആ റൂമിൽ സംസാരിച്ചതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്നത് ഇങ്ങനെ ഒരു സിനിമയെന്നൊക്കെ കുറേ എഡിറ്റ് ചെയ്ത് ക്ഷമയെ പരിഹസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ക്ഷമ പറയാൻ പോകുന്നില്ല, ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷമ പറയാൻ പോകുന്നില്ല, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മാതൃഭൂകളാണെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിനോട് ചേർന്ന് വിമൽ എന്ന് പറഞ്ഞ വ്യക്തി, വിമലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വിമലിൻ്റെ എല്ലാവരും ഇത് മനസ്സിലാക്കട്ടെ. വിമൽ എന്ന വ്യക്തി ഏതവസ്ഥയിലാണ് സ്പിരിച്വലി നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് ആ ക്ഷമയെ, അല്ലെങ്കിൽ ഷിബു പീഡിക്കൽ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്നും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തായും യായും കൂട്ടി യായും ലീയും കൂട്ടി മാതൃഭൂകളാണെന്നൊക്കെ ഡിക്ലെയർ ചെയ്ത് തെറ്റായിപ്പോയെന്നും അങ്ങനെ പറയരുതെന്നും മറ്റൊരു സഹോദരൻ അല്ലസ് നായർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് ഷിബു അത് ഒരു പരോക്ഷമായിട്ടെങ്കിലും ക്ഷമ പറഞ്ഞതാണ് എൻ്റെ അറിവ്, പറയാൻ തയ്യാറാകുകയും അതിനെ ആ ക്ഷമ പറച്ചിൽ പോലും ഒരു പരിഹാസമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്
ഒരു ട്രോള് വീഡിയോകളൊക്കെ ഇറക്കി ഒരു റൂമിട്ട് വിശുദ്ധ ബൈബിളിനെ വീണ്ടും പരസ്യമായി അപമാനിക്കുമ്പോൾ ഇതിന് കൂട്ടു നിൽക്കുന്ന വിമൽ എന്ന കത്തോലിക്ക വിശ്വാസിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കാണുന്നത്. ഇത് മാത്രമല്ല, ഇവൻ മണിക്കൂറുകൾ ആ റൂമിലുണ്ടായിരുന്നു. കേട്ടോളൂ. പോരാ പോരാ, ഒന്നും ആയിട്ടില്ല, ലേശം കൂടെ. ക്ഷമ പറയാനുള്ള റൂമാട്ടത്. ഞാൻ ലേറ്റ് ആയിട്ട് വന്നത്. ഞാൻ നായരോടൊന്ന് നായർക്ക് ക്ഷമ പറയുന്നു എന്നുണ്ട്. ഞങ്ങള് നമ്മുടെ ഗോഡ്സിന്റെ റൂമിൽ വെച്ചൊന്ന് ക്ഷമ പറഞ്ഞത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോ നമ്മൾ ക്ഷമ പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ നിങ്ങള് ജി ക്ലബ് ഹൗസ് വിട്ടു പോകുന്നെന്ന് പറഞ്ഞതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ബെന്തിക്കോസുകാരും പിന്നൊന്ന് ഞങ്ങളുടെ ജിസം പാസ്റ്ററുമാണ്. ഈ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാ, എന്നാന്നറിയത്. അപ്പം സത്യം പറയാലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷിബു പീഡിക്കൽ ക്ലബ് ഹൗസും സോഷ്യൽ മീഡിയ വിട്ടുപോകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം എൻ്റെ ദൈവത്തെ നിരന്തരമായി ഡെയിലി അപമാനിച്ചുകൊണ്ട് പിശാചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തെ അപമാനിക്കുന്ന ഒരു വ്യക്തി ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഞാൻ സന്തോഷിക്കുള്ളൂ. ഞാനൊരു കത്തോലിക്ക വിശ്വാസം, ഈ വിമൽ എന്ന് പറയുന്നവൻ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് ഞാൻ കത്തോലിക്കനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ യഹോവ പിശാചാണ്, യാഹുവെ പിശാചാണ്, YHW പിശാചാണെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ദൈവം പിശാചാണെന്ന് വളരെ ബാർബിക്കം അടിക്കുന്നു. വിശുദ്ധ ബൈബിൾ, POC ബൈബിൾ പോലും വൃത്തികെട്ട ബൈബിളാണെന്ന് പറയുന്നവരുടെ കൂടെ പോയിരുന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവൻ യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിയാണോ? ഇവൻ പള്ളിയിൽ പോകുന്നുണ്ടാവും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇവൻ്റെ നാവിലേക്ക് യൂദാസ് യേശുവിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ പിശാച് കയറിയതുപോലെ കയറുകയാണ്. ഇത് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എനിക്ക് പറയാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഇതാണ് തിരിച്ചറിയേണ്ടത്. ഞാനിനി വേറൊരു ക്ലിപ്പ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. POC ഒന്ന് വായിക്കാമോ? POC ഒന്നും എൻ്റെ ഇല്ല. നമ്മൾ ആകെപ്പാടെ ഉള്ളത് ഈ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പുസ്തകമുള്ളൂ. സത്യവേദ പുസ്തകം മാത്രമാണ്. അത് വേറെ കാര്യമുണ്ട്. പറങ്കിപ്പുണ്ണന്മാരുടെ ബൈബിൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് ഞാനില്ല. പറങ്കിപ്പുണ്ണന്മാരുടെ ബൈബിൾ വെച്ച് ഞാനില്ലടോ ചർച്ചയ്ക്ക്. ആ POC ബൈബിൾ എടുക്കാൻ പറ്റിയാല. കാരണം യെശയ്യാ 7:14 യുവതി ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്ന നാണം കെട്ട തർജ്ജമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന POC കത്തോലിക്ക പറങ്കിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട ബൈബിൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് ഞാനില്ല. ഇയാൾ വേണേ പോയി ഉണ്ടാക്കണോ POC വെച്ച്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കത്തോലിക്കനാണ് എന്ന് ആത്മാഭിമാനമുള്ള, അല്ലെങ്കിൽ ഞാനൊരു കത്തോലിക്കനാണ് എന്ന് പറയുന്ന വിമലിന്, എൻ്റെ ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിമലിനെ ഷിബു പീഡിക്കൽ എന്താ വിളിക്കുന്നത്? കത്തോലിക്ക പുണ്ണൻ അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണൻ. അതിൻ്റെ അർത്ഥം എന്താണ്? വിമലിൻ്റെ അമ്മയോ വല്യമ്മയോ ആരൊക്കെയോ, അല്ലെങ്കിൽ കത്തോലിക്കർ അല്ലെങ്കിൽ സീറോ മലബാർ ചർച്ചിലുള്ള ആളുകൾ, നമ്മൾ സിറിയൻ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആളുകൾ പറങ്കികൾക്ക് കിടന്നു കൊടുത്തു, ഡച്ചുകാർക്ക് കിടന്നു കൊടുത്തുണ്ടായ വ്യഭിചാര സന്തതികളെന്ന അർത്ഥത്തിലാണ് ഷിബു പീഡിക്കൽ പറങ്കിപ്പുണ്ണന്മാരെന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവിടെ നിർത്തിയോ? പറങ്കിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട POC ബൈബിൾ. അപ്പോൾ ഷിബു പച്ചയ്ക്ക് ഈ തിരുവചനത്തെ POC ബൈബിളിനെ തെറിവിളിക്കുകയാണ്. ഇത് ആർക്ക് പ്രശ്നമല്ല? വിമൽ എന്ന് പറയുന്ന കത്തോലിക്കനാണെന്ന് അവകാശപ്പെടുന്ന അവന് പ്രശ്നമല്ല. അവൻ കത്തോലിക്കനാണ്, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തൻ്റെ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ ഈ വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹകരിക്കാൻ പറ്റില്ല. അപ്പം കത്തോലിക്കനാണെന്ന് പറഞ്ഞ് 1 തിമോത്തിയോസ് ഞാൻ നിങ്ങളെ വായിച്ച വചനത്തിലൂടെ വ്യാജ കത്തോലിക്കനായി ആണ് ഇവൻ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വിമലിൻ്റെ അതേ റൂമിൽ നടന്ന വിമലിൻ്റെ ഒരു ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവൻ എത്രത്തോളം പാപത്തിലാണ് എന്ന് നമുക്ക് വ്യക്തമാവും. കേട്ടോളൂ. കാരണം ഇവൻ ഷിബു പീഡിക്കൽ ഈ പ്രശ്നമെല്ലാം നമ്മൾ വലിയ സോഷ്യൽ മീഡിയയിൽ അത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലേക്ക് ഇഷ്യൂ ആക്കി അത് ലക്ഷക്കണക്കിന് ആളുകൾ മറ്റു പലരിലൂടെ, എന്നിലൂടെയല്ല മറ്റ് പലരിലൂടെയും കാണാനിടയായി. അപ്പോൾ വിമൽ ചെന്ന് ഷിബു പീഡിക്കലിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ കേൾക്കുന്നത്. കേട്ടോളൂ.
കേട്ടിട്ടില്ലേ? സൽഗുരു ആരാ പാസ്റ്റർ? എനിക്കറിയത്തില്ല. സൽഗുരു എന്ന് പറഞ്ഞ് അവന്റെ പേരിന് ആ താടിക്കാരൻ തലക്കെട്ടൊക്കെ കെട്ടിയെന്ന്. നിതീഷാണോ പാസ്റ്ററെ? ഓ ഈശ ഫൗണ്ടേഷന്റെ ആള് ഈശ സത്കുരു. ഇതൊക്കെ അവരുടെ പേര് ഏതാ വേറൊരു പേരുണ്ട്, യോഗേഷോ എന്നാ അല്ല, ജഗ്ഗു വാസുദേവ്. ജഗ്ഗു വാസുദേവ്. ആ മറ്റേ പഞ്ചാബി. ആ പഞ്ചാബി ഒന്നും അല്ല, അയാള് നമ്മുടെ പഞ്ചാബിയാ, തമിഴ്നാട്ടുകാരൻ, തമിഴ്നാട്ടുകാരനാ, കോയമ്പത്തൂരാ പുള്ളി. അത് ചുമ്മാ ആ രീതി കോയമ്പത്തൂര്. കെട്ടുന്നു, അപ്പൊ തട്ടുകട നടത്തിക്കൊണ്ടിരുന്നു. ജഗ്ഗി വാസുദേവ് അല്ലേ? യഹോവ ഉയർപ്പിച്ചല്ലേ? അല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ അപ്പനെയും അമ്മയും പച്ചയ്ക്ക് തെറി വിളിക്കുകയും അപമാനിക്കുകയും നിരന്തരമായി തെറി വിളിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ സൗഹൃദമായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്ക സംബന്ധിച്ചോളം കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? എന്നേക്കാളുപരി ഏതാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിമം സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾക്ക് കത്തോലിക്ക സമുദായത്തെ മൊത്തമാണ് പറങ്ങിപ്പുണ്ണന്മാരെന്ന് പറഞ്ഞത്. കത്തോലിക്ക സഭയുടെ മലയാളത്തിലുള്ള ഒഫീഷ്യൽ ബൈബിളായ POC ബൈബിളിനെയാണ് വൃത്തികെട്ട ബൈബിൾ എന്നവൻ ആമറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്. ആ അവൻ്റെ കൂടെ ചില്ലടിച്ചിരിക്കുന്ന ഈ വിമൽ എന്ന വ്യക്തിയുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വിമലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവനെ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ട വിമലിൻ്റെ ബന്ധുക്കളെയാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ കത്തോലിക്ക സഭയെ വിശ്വസിക്കുകയും ഞായറാഴ്ച ഭക്തിപൂർവ്വം പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ കപടനെ, നിങ്ങളുടെ കൂട്ടത്തുള്ള ഈ കപടനെ തിരിച്ചറിയുക. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് തുടർന്ന് കേൾക്കാം. യഹോവ ഉയർപ്പിച്ചല്ലേ? അല്ല, യഹോവ ഉയർത്തി. പക്ഷെ 2 മാസം മുമ്പ് അസുഖം വന്നു കഴിഞ്ഞപ്പോഴേക്കും യഹോവയെ പിടിച്ചോ കേട്ടോ, നീ മിക്കവാറും പഞ്ഞിക്കിടും. കണ്ടോ, അവനെ യഹോവയെ കൂട്ടി എന്ന് വെച്ചാൽ യഹോവ ഉയർത്തിയതല്ലേ. അപ്പോൾ കളിയാക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്ന് പറയുന്ന ആ സ്ഥാനത്ത് വിമല് തന്നെ സത്യദൈവമായ യഹോവയെ കളിയാക്കുകയും ട്രോളുകയും ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒന്നും കൂടെ നമുക്കതൊന്നും കൂടെ കേൾക്കാം. അവൻ പഞ്ചാബി ഒന്നുമല്ല, അവനൊരു ചായക്കട വൈശാലി തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന, അറിയോ? ജഗ്ഗി വാസുദേവ് അല്ലേ? ജഗ്ഗി വാസുദേവ്. യഹോവ ഉയർപ്പിച്ചല്ലേ? അല്ല, യഹോവ ഉയർത്തി. പക്ഷെ 2 മാസം മുമ്പ് അസുഖം വന്നു കഴിഞ്ഞപ്പോഴേക്കും യഹോവയെ പിടിച്ചോ കേട്ടോ, നീ മിക്കവാറും പഞ്ഞിക്കിടും. അല്ല, അവരുടെ വിശ്വാസത്തിന്റെ അച്ഛന്റെ പോസ്റ്റ് കണ്ടായിരുന്നു, YHW വെച്ച് പുള്ളിയുടെ വാഴ കളഞ്ഞെന്ന് പറഞ്ഞൊരു പോസ്റ്റ്. ഈ അടുത്ത കാലത്ത് ഈ ടീച്ചർ നമ്മുടെ റൂമിൽ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാനൊരു യഹോവ സാക്ഷിക്കാരനാണ്. ഓർക്കുന്നുണ്ടോ ചോദിച്ചാൽ? നമ്മൾ പിന്നെ ഇതിന്റെ ആ ക്ലിപ്പൊന്നും എടുത്തു വെച്ചില്ല. ടീച്ചർ എന്ന് പറഞ്ഞു നേരിട്ട് 3 പ്രാവശ്യം പുള്ളി പറഞ്ഞു, കത്തോലിക്ക യഹോവ സാക്ഷിക്കാരനാണ്. ഞാനൊരു യഹോവ സാക്ഷിക്കാരനാണ് കേട്ടോ എന്നുള്ളി എന്ന് പറഞ്ഞു. അപ്പം ഈ ക്ലബ് ഹൗസിൽ യഹോവയോട് അല്പമെങ്കിലും സ്നേഹവും ആത്മാർത്ഥവും ഉണ്ടായ ടീച്ചറിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരുത്തരും ഇല്ല. ഇത് പറയുന്നതിൽ എനിക്കൊരു സംശയവുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്പമില്ല, അതെനിക്കറിയില്ല, എന്നെക്കാളും സ്നേഹമുള്ള ഒത്തിരി ആളുകൾ കാണും. പക്ഷെ ഞാൻ യഹോവ സാക്ഷി തന്നെയാണ്, കത്തോലിക്ക യഹോവ സാക്ഷി. കത്തോലിക്ക സഭ പ്രൊട്ടസ്റ്റന്റുകാരെ യഹോവ എന്ന് വിളിക്കുന്ന, കത്തോലിക്കർ യാഹോവ എന്ന് വിളിക്കുന്ന, കർത്താവ് എന്ന് വിളിക്കുന്ന, പഴയ നിയമത്തിലെ ദൈവമായ മോശയുടെയും ഇസ്രായേൽക്കാരുടെയും ദൈവമായ ആ ദൈവം തന്നെയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഹോവ സാക്ഷിയാണെന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പെന്തക്കോസ്തുകാർക്ക് പോലും ഇല്ല, അവരൊക്കെ കാലുവാരി. ടീച്ചർ മാത്രമേ ഉള്ളൂ ഒരു നല്ല യഹോവ ഭക്തൻ. എന്നാൽ കത്തോലിക്ക സഭ യഹോവ എന്നൊരു വാക്കില്ല താനും, ഒരു പ്രാർത്ഥനയിലും ഇല്ല, ഒന്നുമില്ല. ഇവൻ എവിടുന്ന് യഹോവ കിട്ടിയെന്ന് എനിക്ക് പിടികിട്ടുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങള് മാർപ്പാപ്പ വരെ കോളൗട്ട് ചെയ്യും ഉള്ള കാര്യം പറഞ്ഞു. കണ്ടോ, ഇപ്പോൾ ഇവന്മാർ ഷിബുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമുക്കിനി കത്തോലിക്ക സഭയുടെ CCCയിൽ നിന്ന് ചില ഭാഗങ്ങളൊന്ന് വായിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, CCC 205 ഞാൻ വായിക്കുന്നത്. യഹോവ എന്ന് പ്രൊട്ടസ്റ്റന്റ് സമൂഹം വിളിക്കുന്ന, യാഹുവ എന്ന് കത്തോലിക്ക സഭ വിളിക്കുന്ന, കർത്താവ് എന്ന് POC ബൈബിളിലും ലിറ്റർജിയിലുമൊക്കെ ഉപയോഗിക്കുന്ന ആ ദൈവത്തെക്കുറിച്ച്, അത് മോശയുടെ ദൈവമാണെന്നും
ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദാന ദേശത്തേക്ക് നയിച്ച ദൈവമാണെന്നും അസന്നിഗ്ധമായി പറയുന്ന നിരവധി കത്തോലിക്ക പ്രബോധനങ്ങളിലെ ഒരു ചെറിയ പോയിന്റ് മാത്രം ഞാൻ വായിക്കുകയാണ്. 205 കത്തിച്ചൊലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞ് ചാമ്പലാകാതിരുന്ന മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ. അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്. പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങൾ അവരെ നയിക്കുകയും വിശ്വസ്തനും ദയാലുമാണ് അവിടുന്ന്. അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുവാനാണ് തൻ പിൻഗാമികളെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു. സ്ഥലകാലാതീതമായി ഇത് ചെയ്യാൻ കഴിയും ഈ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. തൻ്റെ സർവ്വശക്തിയും പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു. അപ്പോൾ വാഗ്ദാന ദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന ആ ദൈവമാണെന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. ഇനി 206 തുടങ്ങുന്നത് തന്നെ യാഹുവെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യാഹുവെ ബ്രാക്കറ്റിൽ YHWH, ഞാനാകുന്നവനാകുന്നു എന്ന തൻ്റെ നിഗൂഢനാമം വെളുത്തുമൊഴി താൻ ആരാണെന്നും ഏത് നാമം തന്നെ വിളിച്ചപേക്ഷിക്കും ദൈവം നമ്മെ അറിയുന്നു. യാഹു എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ അയക്കുന്നതാകുന്നു എന്നാണ്. ഈ ദൈവനാമം ദൈവത്തെ പോലെ തന്നെ നിഗൂഢമാണ്. ഇത് വെളിപ്പെടുത്തപ്പെട്ട പേരാണ്. അതേസമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതും കുറേയൊക്കെ സദൃശ്യമാണ്. ദൈവം അവിടുന്ന് ആയിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി അവിടെ വെളിപ്പെടുത്താൻ ഈ നാമധേയം ഉപകരിക്കുന്നു. കണ്ടോ, വെളിപ്പെടുത്തപ്പെട്ട പേരാണ് എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അപ്പം ഇനി യഹോവ എന്ന പേര് കത്തോലിക്കർ എവിടെയും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തന്നെ പരോക്ഷമായി തള്ളുന്ന ഉഡായിപ്പാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അല്ല, നിങ്ങൾക്ക് ഇല്ലാത്തതാണ് എങ്ങനെ ഇയാൾക്ക് കിട്ടിയത്? അതാ എനിക്കറിയണ്ടേ. അത് ഇല്ലാത്തത് എങ്ങനെ കിട്ടുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു കത്തോലിക്കന് യഹോവ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു. ഈ ടിസൺ യഹോവയ്ക്ക് വേണ്ടി നിന്നപ്പോ ഞാൻ കേട്ടിട്ടില്ല ഒരു കത്തോലിക്കന് യഹോവ എന്ന്. അവര് കർത്താവെന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. യഹോവ ഇല്ല. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ യഹോവ എന്ന വാക്ക് അവർ പറയാറില്ല. ഞങ്ങളുടെ അവിടെ സത്യം ഞങ്ങളുടെ വീട്ടിലൊന്നും ഈ അമ്മച്ചിമാര് പോലും അങ്ങനെ പറയത്തില്ല. അതെന്താ വിമലേ, ഞങ്ങളുടെ ഈ സത്യവേദോസം വായിക്കുന്നതുകൊണ്ട് വീടുകളൊക്കെ കേട്ടിട്ടുമുണ്ട്. അത് പിന്നെ അതുപോലെ ഈ യഹോവന്റെ ഇടയനാണെന്നൊക്കെ സൺഡേ സ്കൂൾ വരെ ഇടയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഈ പഴയ യാക്കോബായ സഭയിലുണ്ടെന്ന് യഹോവ. ഞാനൊക്കെ കുഞ്ഞിലോട്ട് യഹോവ എന്റെ ഇടയനാണെന്നു. കാരണം നമ്മൾ സത്യവേദോസം അല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ കത്തോലിക്കർക്ക് ഇല്ല. കത്തോലിക്കർക്ക് യഹോവ എന്നുള്ള ഇവർക്ക് അതില്ല. അല്ല, ആ ടൈം ഞങ്ങളും നമ്മുടെ വീട്ടിലൊന്നും ഉപയോഗിച്ചല്ലോ. നമ്മൾ ഈ നമ്മൾ ഈ പേരും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇപ്പം എന്റെ വല്യമ്മച്ചി മരിക്കുന്നിടം വരെ ഓവായിക്കും പുത്രനും റൂഹാദൂതിച്ചായിക്കും സ്തുതിയായിരിക്കട്ടെ എന്നാ പറയുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനൊന്നും പറയത്തില്ലായിരുന്നു. റൂഹാദൂതിച്ചായിക്കും അങ്ങനെ ഞാൻ കേട്ടിരുന്നു. വൈകുന്നേരം പ്രാർത്ഥനകളൊക്കെ ഈ യഹോവ എന്നുള്ള ഒരു പേര് എങ്ങും ഞാൻ കേട്ടിട്ടില്ല. യഹോവ നമ്മൾ കേട്ടേക്കുന്ന കൂടുതൽ ഈ പറയുന്ന ബെന്തിക്കോസ് അല്ലേ. നമ്മൾ വീടിന്റെ അടുത്തൊരു ഓർത്തഡോക്സ് അച്ചായനുണ്ടായിരുന്നു, കൊച്ചപ്പച്ചെന്ന് വിളിക്കും, ഞങ്ങളെ വിളിച്ചിരുന്ന അപ്പച്ചൻ. അപ്പൊ ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ യഹോവയെന്നുകൊണ്ട് ജങ്കത്തടിക്കുമായിരുന്നു എന്തൊരു വിഷമമൊക്കെ വരുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ ഈ യഹോവയെ കേട്ടേക്കുന്നത്. മറ്റേ ടീമിനെ വിളിക്കുന്ന വിഷമം വരുമ്പോ അല്ല, അതെന്ന് വെച്ചാല് എന്തേലും അല്ല ഇത് പറയുന്ന കാര്യം എന്ന് പറയാം. നമ്മൾ എന്തേലും വിഷമമൊക്കെ വരുമ്പം എന്റെ കർത്താവ് എന്റെ ദൈവം എന്നൊക്കെ വിളിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി വിളിച്ചോണ്ടിരുന്നത് എന്റെ യഹോവ എന്നാ. പാവപ്പെട്ടവൻ അറിയത്തില്ല വിളിക്കുന്ന കക്ഷി. അതേ ഒരു ഓർത്തഡോക്സാരനായിരുന്നു കേട്ടോ. അതേ ഒരു ഓർത്തഡോക്സാരനായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞ ഒന്നും കൊടുക്കത്തില്ലെന്നേ. 5 വയസ്സിക്ക് കൊടുക്കത്തില്ല. അതാ കുഴപ്പം. എന്റെ ചെറിയച്ഛ, ഞാൻ ആ യഹോവ എന്നതെന്ന് ആ ഒരു പേരിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അവരൊക്കെ അങ്ങനെ മനസ്സിലായി. അത് മനസ്സിലായി. അതാ പറയുന്നത്. എല്ലാരും യഹോവ വിളിക്കും. പക്ഷെ എന്നാ പുള്ളി ചോദിച്ച ഒരു സാധനം കൊടുക്കത്തില്ല. 5 ഒരു എന്നതെങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാമല്ലോ ചുമ്മാ. ഞാനൊക്കെ എപ്പോഴും അത് ഞങ്ങൾ പറയേ, ഇതെല്ലാം കഴിയുമ്പോ കാളകൾ ബലിയായി കയറുമെന്ന് പണ്ടായിട്ട് എന്നായിട്ട് കാളകൾ. ഞാൻ എന്നൊക്കെ ഇത് ചെയ്യുമ്പോ പറഞ്ഞു, എന്നെങ്കിലും ഈ കാളകൾ ബലിയായി കയറാൻ പോകട്ടെ, നമുക്ക് കിട്ടുമല്ലോ എന്ന് വെച്ച് നമ്മൾ നിക്കുക. പക്ഷെ കാള കയറുന്നുമില്ല, ബലി നടക്കുന്നുമില്ല, കൊതിപ്പീര് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് യഹോവയൊന്നും കൊടുക്കുന്നില്ല. അവൻ ആരോടാണ് വിളിച്ചത്, ഏതോ യഹോവ എന്ന് പറഞ്ഞ് ആരോ വിമലിൻ്റെ അയലോക്കത്തോളം ആരോ ചെറുപ്പത്തിലെങ്ങാണ്ട് പറയുന്നത് കേട്ടു. അപ്പോൾ ഷിബു പരിഹസിക്കുകയാണ്, അവൻ ആരെയാ വിളിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അപ്പം പരോക്ഷമായിട്ടും ചെറിയാനൊക്കെ വ്യക്തമായിട്ടും സത്യദൈവമായ യഹോവയെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ
അവൻ അതിന് കൂട്ടുകൊടുക്കുകയാണ്. അവൻ വിമൽ നേരിട്ട് അപമാനിക്കുന്നില്ല. ഞാൻ യഹോവ എന്ന പേര് കത്തോലിക്കർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിശബ്ദമായിരുന്നു കൊണ്ട് യഹോവയെ തള്ളാൻ മറ്റുള്ളവർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ തൻ്റെ ദൈവമായ യാഹുവെ എന്ന് കത്തോലിക്ക സഭ വിളിക്കുന്ന, ഞാൻ അതും കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാ കേട്ടോ, 446. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തി ഹീബ്രുവിലുള്ള യാഹുവെ എന്ന അവാച്യനാമം. പഴയ നിയമത്തിലെ ഗ്രീക്ക് പരിഭാഷയിൽ കീരിയോസ്, കർത്താവ് എന്നാണ്. അപ്പോൾ മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ ദിവ്യത്വം സൂചിപ്പിക്കുന്ന പദം എന്ന നിലയ്ക്ക് കർത്താവ് എന്ന നാമം ചിരിച്ചു. അപ്പോൾ എന്താണ്? യഥാർത്ഥത്തിൽ യാഹുവെ എന്ന നാമം ഗ്രീക്ക് പരിഭാഷയിൽ കർത്താവെന്ന് ഉപയോഗിച്ചു. അപ്പോൾ മുതലാണ് പുതിയ നിയമത്തിലെ പിതാവിനെയും പിന്നെ നൂതനമായ യഥാർത്ഥ ദൈവം തന്നെയായ വിശുദ്ധ യേശുവിനെ സൂചിപ്പിക്കാൻ കർത്താവ് എന്ന പദം ശക്തമായ അർത്ഥത്തിൽ ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ ശരിക്കും ഈ കർത്താവ് എന്ന് കത്തോലിക്ക സഭ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ POC ബൈബിളിൽ കർത്താവ് എന്ന് എഴുതുമ്പോൾ, അത് യഹോവയെ തന്നെയാണ്. അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർ യഹോവ എന്ന് വിളിക്കുന്ന, കത്തോലിക്കർ യാഹുവ എന്നും YHW എന്നും ഹീബ്രു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ആ എൻറ്റിറ്റിയെ തന്നെയാണ് എന്ന് സംശയമില്ല. ആ എൻറ്റിറ്റി ശുഭ പറയുന്ന പോലെ ചോദിച്ചാൽ കൊടുക്കാത്തവനും കപടനും കളവനും നുണയനുമാണോ, പിശാചുമാണോ? അപ്പോൾ ഇതൊന്നും ആർക്ക് ഈ വിമൽ എന്ന് പറയുന്നതിന് പ്രശ്നമല്ല. ഇവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഷിബുവിനെ സപ്പോർട്ട് ചെയ്യുകയും ഷിബുവിനെ പ്രൊമോട്ട് ചെയ്യുകയും സ്വന്തം വിശ്വാസത്തെ തള്ളിക്കളയാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു കപടനാണ്. അല്ലെങ്കിൽ ആത്മീയത എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കൊറിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കണ്ട വ്യാജനാണ്. കൊറിന്ത്യസുകാർക്ക് എഴുതിയ 2 തിമോത്തി തിമോത്തിക്കാർ 2 തിമോത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട മനുഷ്യർക്ക് തുല്യരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കും. ഇപ്പം പള്ളിയിലൊക്കെ പോയി ചിലപ്പം മുന്നിൽ തന്നെ നിന്ന് കൈകൊപ്പ് പോയി വിസുർവാനൊക്കെ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം അവൻ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കപടത കാണിക്കുന്നവനായിരിക്കും. അവൻ്റെ നാട്ടുകാരുടെ മുന്നിൽ, അവൻ്റെ ഭാര്യയുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലൊക്കെ അവൻ വലിയ ഭക്തനായിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന ഒരു കത്തോലിക്കനായിരിക്കാം. പക്ഷേ ഭയങ്കര തീവ്രവാദിയായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവന് ദൈവത്തോടും ഭക്തിയില്ല, കത്തോലിക്ക സഭയോടും സ്നേഹമില്ല, ഒന്നിനോടും സ്നേഹമില്ല. ഇതാണ് ഈ വിമലിനെ പോലെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത കൂടൊന്ന് കേട്ടോ. ഇതൊക്കെ പറയുന്നത് സത്യമാണോ പാസ്റ്റർ? നിങ്ങൾ ക്ലബ് ഹൗസ് വിട്ട് പോവാണോ ജിജിക്കാര്? ഇല്ല, ഞങ്ങൾ ക്ലബ് ഹൗസ് വിട്ടൊന്നും പോകുന്നില്ല. ഈ ഭയങ്കര ആഘോഷമാണല്ലോ ഇവിടെ. നിങ്ങൾ ജിജിക്കാര് നിർത്തുവാണ്, നിങ്ങൾ 100-ൽ പരം വീഡിയോസ് വിഡ്രോ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലൂക്കോച്ചാ ടിസൺ എടുത്തത് ലൂക്കോച്ചാ, ഞാൻ അവർക്ക് തന്നെ നമുക്ക് അറിയത്തില്ല. അപ്പം വിമലിനൊക്കെ ഭയങ്കര വിഷമാണ് ജിജി വിട്ടുപോകുന്ന ആണോ എന്നൊക്കെ കേട്ടാ, പോയി ചോദിക്കുവാണ്. ഇപ്പൊ നമ്മുടെ ലൂക്കോച്ചാ ടിസന്റെ മുറി ചെയ്തിട്ട് പറഞ്ഞേ, അത് അവിടെ പാസ്റ്റർക്ക് ഭയങ്കര എന്തോ വിഷമമുണ്ട്, എല്ലാം നിർത്തുവാന്ന് പറഞ്ഞ് ഈ യഹോവയെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഏകദേശം 100-ൽ പരം വീഡിയോകളുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ് തള്ളി അവിടെ ഇരുന്നിട്ട് വിളി. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ എന്റെ യഹോവ ക്ഷമിക്കുമായിരിക്കും, ഒരു പക്ഷേ കത്തോലിക്കയിലേക്ക് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ടിസനോടൊന്ന് പറഞ്ഞതായിട്ട്. ഞാനത് കേട്ടോടെ ഞാൻ ചോദിച്ചു, ഞാൻ ഓർക്കാൻ ഇതെന്നാ പറ്റി, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇത് മാറ്റുവാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വിശ്വസിച്ചോട്ടെ, ഞാൻ ഈ ലൂക്കാച്ചാനെ പണ്ട് തൊട്ട് വിശ്വാസമായോണ്ടേ നമ്മൾ വിശ്വസിച്ചു പോയി. അപ്പം ഇതൊക്കെയാണ് പ്രിയമുള്ളവർ. ഇതിൽ കൂടുതലൊന്നും ഇപ്പം വിമലിൻ്റെ കുടുംബത്തിലുള്ള രക്തബന്ധത്തിലുള്ള യഥാർത്ഥ കത്തോലിക്ക സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഇവൻ്റെ പേര് വിമൽ എന്നാണെന്ന് അറിയില്ല, ഇവൻ്റെ സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തിരിച്ചറിയുക. ഈ വ്യക്തി എത്രത്തോളം അപകടത്തിലാണ്. ഈ വ്യക്തി ഇനി രക്ഷിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അതുപോലെ ആ തിന്മയുമായി സിങ്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ചിലപ്പം ദൈവത്തിൻ്റെ കരുണ അവനിലേക്ക്, കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിതൊക്കെ പറയുമ്പം ഇവന്മാരൊക്കെ എല്ലാം ഇരുന്ന് ഇനി റൂമിട്ട് എന്നെ ട്രോളുകയും കളിയാക്കുകയും എന്നെ അപമാനിക്കുകയും ഞാൻ ടിസം പാസ്റ്ററാണെന്ന് പറയുകയും ഒക്കെ പറയും. അപ്പം ഞാനീ പറയുന്നത്, പ്രിയമുള്ളവരെ, ഞാൻ ഇവരെ വിളിക്കുന്നത് നായ്ക്കൾ എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ നായ്ക്കൾ എന്ന് വിളിക്കുന്നത്? അതും കൂടെ ഞാൻ ചില വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം, വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ ചവിട്ടി നശിപ്പിക്കും, തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുക. അപ്പം നായ്ക്കൾ എന്ന് ബൈബിളിൽ ചില ആളുകളെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നാട്ടിൽ കൂടെ നടക്കുന്ന നാൽക്കാലികളായ നായ്ക്കളെ അല്ല, നായ്ക്കളുടെ സ്വഭാവമുള്ള മനുഷ്യരെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്.
എന്താണ് നായയുടെ സ്വഭാവം? യജമാനനോട് കൂറു പുലർത്തുക. തനിക്ക് ഭക്ഷണം തരുന്ന ആ ആളോട് നിരുപാധികമായ കൂറു പുലർത്തുന്നവരാണ് നായ്ക്കൾ. അപ്പോൾ ഈ വിമലിനെ പോലെയുള്ള ഡിസ്കഷൻ ലോഞ്ചിരിക്കുന്ന ആളുകൾ സ്വന്തം സത്യവിശ്വാസത്തെയും സഭയുമൊക്കെ ഉപേക്ഷിച്ച് അവരുടെ യജമാനന്മാരായി തീരുമാനിച്ചിരിക്കുന്നത് ആദത്തെ, ഷിബുവിനെ പോലെയുള്ള സാത്താൻ്റെ സന്തതികളെയാണ്, സാത്താൻ്റെ അപ്പസ്തോലന്മാരെയാണ്. അവരെന്തു പറഞ്ഞാലും, സ്വന്തം ദൈവത്തെ തെറിവിളിഞ്ഞാലും, കത്തോലിക്ക സഭയെ വിശ്വാസികളെ പറങ്കിപ്പുണ്ണന്മാരെന്ന് പറഞ്ഞാലും, കത്തോലിക്ക സഭയുടെ ബൈബിൾ വൃത്തികെട്ട പുസ്തകമാണെന്ന് പറഞ്ഞാലും, ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞാലും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. കത്തോലിക്ക സഭയുടെ ദൈവമായ യഹോവയെ പിശാച് എന്ന് വിളിച്ചാലും, ആ ബാർബക്യൂ അടിക്കുന്നതെന്ന് വിളിച്ചാലും, ഗോത്രദൈവം എന്ന് വിളിച്ചാലും ഒന്നും ഇവർക്ക് വിഷയമല്ല. അപ്പോൾ ഇത്തരം ആളുകളെയാണ് ഇവർ ദൈവത്തെക്കാൾ ഉപരി ചില മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇത്തരം ആളുകളെയാണ് ബൈബിളിൽ നായ്ക്കൾ എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ആയതുകൊണ്ട് ഇപ്പം വിമൽ എന്ന് പറയുന്ന വ്യക്തി, ആദമെന്ന് ഇതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദം എന്ന വ്യക്തി പച്ചയ്ക്കും നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ഒക്കെ ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ അപമാനിച്ചുകൊണ്ട് റൂമിൽ പറയുകയും പല റൂമുകൾ ഇത് പറയുകയും ചെയ്തപ്പോൾ ഞാൻ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഇവരുമായിട്ട് സഹകരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് റൂമാന്തരം കയറി ആദത്തെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല, 200 പേജിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതിയാൽ പോലും ആദത്തെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആദത്തിന് വേണ്ടി ഒരു യജമാനന് വേണ്ടി നായ കുരയ്ക്കുന്നത് പോലെ കുരച്ചുകൊണ്ട് നടന്നവനാണ് ആര്? വിമൽ. ബെഞ്ചിയും ടീമും ഇവരെല്ലാം എനിക്കെതിരെ, ഞാൻ 5 ഹെരസി പറഞ്ഞു, 10 ഹെരസി പറഞ്ഞു, എനിക്കെതിരെ വലിയ വ്യാജപ്രകടനം നടത്തി റൂമിട്ട് പ്രവർത്തിച്ചതിന് കാരണം ആദത്തിൻ്റെ നിരീശ്വരവാദത്തെ കത്തോലിക്കനാണെന്നും പറഞ്ഞ് നിരീശ്വരവാദ ആശയങ്ങളും പറഞ്ഞതിനെ ഞാൻ ചോദ്യം ചെയ്തതിനെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി എനിക്കെതിരെ കുറച്ചത് ആരാണ്? ഒരു കാരണമുണ്ടാക്കി. യേശു ക്രിസ്തുവിന് ഭൂമിയിൽ അപ്പനില്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പന് വിളിക്കുന്ന പ്രിൻസ് പീസിനെ പോലെ, നാട്ടുകാരെ മുഴുവൻ അപ്പന് വിളിക്കുന്ന പ്രിൻസ് പീസിനെ പോലെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്തയില്ലാത്തവനാണ്, എൻ്റെ യേശുവിന് തന്തയില്ല എന്ന് പറഞ്ഞതിനെ കയറിപ്പിടിച്ചുകൊണ്ട് യേശുവിന് തന്തയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ കുറച്ചത് ബെഞ്ചി എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലേക്ക് വന്ന ബ്രദറൻ അരൂപി ഇപ്പോഴും വിട്ടുപോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഇതിന് കൂട്ടുന്നത് ഇവരെല്ലാമാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിൽ തെറ്റായി തിരികെ കയറ്റി ഞാൻ ഹെരസി പറഞ്ഞെന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണം എന്താണ്? ഇവരുടെയൊക്കെ നേതാവായ നിരീശ്വരവാദം പറയുന്ന ജിയുടെ സപ്പോർട്ടറായ വിശുദ്ധ ബൈബിളിൽ മാനുഷികതയുണ്ടെന്ന് പറയുന്ന വിശുദ്ധ ബൈബിളിലെ അനേകം കാര്യങ്ങൾ തരുന്ന ആദം എന്ന് പറയുന്ന ഈ റോണി എന്ന് ഞാൻ വിശ്വസിക്കുന്ന അവനെതിരെ ഞാൻ ശബ്ദിച്ചു എന്നുള്ളതാണ്, അവനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പട്ടികളെല്ലാം കൂടെ യജമാനെതിരെ നീങ്ങിയപ്പോൾ എനിക്കെതിരെ കുറയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടീമുകളെല്ലാം ജെയ്സ് ഫോർ ക്രൈസ്റ്റിനെ, ബെഞ്ചി ഫിലിപ്പിനെ, SK മാത്യുവിനെ, ഇവരെയെല്ലാം ഞാൻ വിളിക്കുന്നത് ആദമിൻ്റെ പട്ടികൾ എന്നാണ്. വിമലിനെ എല്ലാം ഇതാക്കട്ടോ. ഫിലിപ്പ് 3:2 നായ്ക്കളും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദവാതിൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ നിങ്ങൾ ഇവരെ സൂക്ഷിക്കുക. ഇനി വെളിപാട് 12 നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധകരും സത്യത്തെ സ്നേഹിക്കുകയും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്തു പോകും. ഇപ്പം വിമൽ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അസത്യത്തെയാണ് സ്നേഹിക്കുന്നത്. ഷിബു പീഡിക്കൽ എന്ന അസത്യത്തെ സ്നേഹിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. അവൻ്റെ നിങ്ങൾ ഈ ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് ശരിയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതുള്ളത് എല്ലാ വർഷം ചെയ്യുന്നതല്ലേ, സത്യം അത്. ശിവച്ചാൻ ഒരു കാര്യം ശരിയാണ്, ഈ സഭകളുടെ തിരുനാളും പെരുന്നാളുകളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഓരോരോ കാര്യങ്ങളും. ഞാനത് അന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കി, ശരിയാ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ലൈവ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. സത്യം ഒന്നുമില്ല അതിന് പറയാം. കാരണം ഇനി എല്ലാം റിവൈസ് ഓരോ നോക്കി. ഞാൻ ശിവചാൻ പണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഓർമ്മ വരും, അപ്പൊ സംശയം വരും, ബൈബിൾ നോക്കി കാണത്തില്ല. പിന്നെ അന്നേരം പിന്നെ വീണ്ടും ഷിബു പറഞ്ഞു കഴിഞ്ഞു. അപ്പം ശിവപായൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിമൽ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ശിവപാൻ പറയാനുള്ളതെല്ലാം സത്യമാണ്. ഷിബു പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ശിവചാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏത്? യഹോവ പിശാചാണെന്ന് ഷിബു പറഞ്ഞു. യേശുവിൻ്റെ ക്രൂശ് മരണം മനുഷ്യരക്ഷയ്ക്ക് ആധാരമല്ല എന്ന് ഷിബു പറഞ്ഞു. നരകമില്ല എന്ന് ഷിബു പറഞ്ഞു. കത്തോലിക്ക സഭ പറങ്കിപ്പുണ്ണനാണ് ദൈവം പറഞ്ഞു. മാർപ്പാപ്പമാരെ പച്ചയ്ക്ക് തെറി വിളിച്ചു. കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളെല്ലാം അവമാനിച്ചു. വിശുദ്ധ ബൈബിളിനെ അവമാനിച്ചു. പെന്തക്കോസ്തുകാരെ തെറി എല്ലാം പറഞ്ഞു. ശിവചാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി എന്നാ പറയാനിരിക്കുന്നത്? കോശി പറയാണ് ശരിയാണ്, ഞാനത് റിവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണിത് പറയുന്നത്? വിമൽ. ഇതിൽ കൂടുതലൊക്കെ
പ്രിയമുള്ളവർ, ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. വിമൽ എന്ന് പറഞ്ഞ് ഇതുപോലെ നിരവധി ആളുകളുണ്ട്, നിരവധി ആളുകൾ. ജോൺ, ഈ ഡിസ്കഷൻ ലോഞ്ചിരിക്കുന്ന ജോൺ എന്ന് പറയുന്ന ഒരുത്തനാണ്, കേട്ടോളൂ. പോരാ പോരാ, ഒന്നും ആയിട്ടില്ല. അത് വിമലാണ്. നമുക്ക് ജോണിനെ ഒന്ന് കേട്ട് കളയാം. ജോൺ, അവൻ്റെ യഥാർത്ഥ പേര് ജോൺ എന്നല്ല കേട്ടോ. നിങ്ങൾ ഈ ക്ലബ് ഹൗസിലുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് മനസ്സിലായി. ഇങ്ങനെ ഒരു 10-20 പേര് കത്തോലിക്കരാണെന്നും പറഞ്ഞ് എന്നെ ടിസം പാസ്റ്റർ എന്നും വിളിച്ച് എന്നെ നിരന്തരമായി എനിക്കെതിരെ നുണയും വ്യാജവും പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ കത്തോലിക്ക പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജന്മാരുണ്ട്. ഞാൻ ഇവരെ വിളിക്കുന്നത് ആദമിൻ്റെ പട്ടികളെന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഒരു റൂമിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അത് ഈ വീഡിയോയുടെ തൊട്ടുപുറകെ ഇന്ന് തന്നെ ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലബ് ഹൗസ് ടോക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് കേട്ടോ, ഞാൻ നിർത്തുകയാണ് ഈ വീഡിയോ. ഏതായാലും ഈ സാമ്പിളും നിങ്ങൾ കേട്ടോളൂ. അല്ലെങ്കിൽ ടീസൺ ഞാൻ ഒറ്റ ലൈവ് ചെയ്തേ ഉള്ളൂ കണ്ടോ. ടീസൺ ലൈവ് ചെയ്തിട്ട് ഷിബു ലൈവ് നിർത്തി റൂമും പൊട്ടി പോവാന്ന്. ഡിസംബറിനെ കുറ്റം പറയരുത് കേട്ടോ. മോസ്റ്റ് ഡിസംബറിനെ കുറ്റം പറയരുത്. ഇത് എന്നെ കളിയാക്കാൻ ചെന്നാണ്. ഞാൻ ഒരിക്കലും, ഇവർ പലരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അതൊരിക്കലും വിശ്വസിക്കുകയില്ല. ഷിബുവിന് ഒരിക്കലും ലൈവ് നിർത്താൻ പറ്റില്ല. യഹോവയെ തെറി വിളിക്കുന്നതും പ്രവൃത്തിയും നിർത്തിയാൽ സാത്താൻ അവൻ്റെ കുടുംബത്തെയും അവനെയും കത്തിച്ചു കളയും. അത്ര വൈരാഗ്യത്തോടെ അവനെ ആക്രമിക്കും. കാരണം സാത്താൻ്റെ സഹായം അവൻ ഒത്തിരി നേടിയിട്ടുണ്ട്. പ്രതികാര ബുദ്ധിയോടെ നശിപ്പിച്ചത്. ഷിബുവിന് ഇത് നിർത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഞാനത് അന്നേരം അവരോട് പറഞ്ഞു. പിന്നെ ഒരുത്തൻ വന്ന് പറഞ്ഞു ഷിബു 6 മാസം ഇതെല്ലാം പിന്നെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ജോൺ എന്ന് പറയുന്നവൻ ഇരുന്ന് എന്നെ ട്രോളുന്നാണ് നിങ്ങൾ കാണുന്നത്. കത്തോലിക്കരുടെ കൂടെ ഇരുന്ന് കത്തോലിക്കരെ നന്നാക്കാൻ നോക്കി നടന്നില്ല. ജീജിക്കാരുടെ കൂടെ വന്ന് ജീജിയായി. എന്നിട്ടും ജീജിക്കാരെ നന്നാക്കാൻ നോക്കി നടന്നില്ല. വീണ്ടും പഴയ പാളത്തിലേക്ക് പെന്തക്കോസുകാരുടെ കൂടെ പോയി. ഇനി CPC-യിൽ ഒരു കൈ നോക്കി സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോയേക്കോ പാവം. CPC-യുടെ എഡിറ്റോറിയൽ ബോഡി കയറാനാണോ പുള്ളി ഇപ്പൊ അവിടെ പോയി ഒലിപ്പിക്കണേ? അതെ അതെ അതെ. CCC-യിൽ നിങ്ങൾ അറിയാത്ത മർമ്മപ്രധാനമായ ചില പോയിന്റ്സ് ഉണ്ട്, ഞാൻ വേണേ പറഞ്ഞുതരാണ് പുള്ളി പറഞ്ഞു. ഇവന്മാരൊക്കെ ഈ ജോണ്, ആദം ടീമുകളൊക്കെ ദൈവകോപം അതിൻ്റെ പൂർണ്ണതയിൽ അവൻ്റെ മേലും അവനെ സ്നേഹിക്കുന്നവരുടെ മേലും അവൻ്റെ കുടുംബത്തിന് മേലും ഒക്കെ വരുത്തി വെച്ച ആളുകളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിമൽ എന്ന വ്യക്തിയെയാണ് നിങ്ങളെ തുറന്ന് കാണിച്ചത്. ഇവൻ എത്ര മനോഹരമായിട്ട് കത്തോലിക്ക സ്നേഹം പറഞ്ഞാലും വചനം പറഞ്ഞാലും ഇവൻ ഇനി എന്നാ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇവനെ മനസ്സിലാക്കുക. ഇവൻ കള്ളനാണ്, സാത്താന് കൊട പിടിക്കുന്നവനാണ്, സാത്താൻ്റെ കൂടെ ഇരിക്കുന്നവനാണ്, സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഷിബു ബീഡിക്കൽ എന്ന സാത്താനെ GGM ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവന് ഭാര്യയും കുടുംബവും ഉണ്ടെങ്കിൽ എനിക്കിത്രേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട സഹോദരി, ഇവന് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. നിൻ്റെ മേലും നിൻ്റെ മക്കളുടെ മേലും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും അതിഭീകരമായ ശാപം ഇവൻ മൂലം വരുമെന്ന് ഞാൻ കൃത്യമായി പ്രവചിക്കുകയാണ്. നീ കരുണക്കൊന്തയൊക്കെ ചൊല്ലി കുർബാനയൊക്കെ അർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിന്നെയും ഇവനെയും ഇവൽ എന്ന് പറയുന്ന ഈ പിശാചിൻ്റെ സന്തതിയെയും നിൻ്റെ ഭർത്താവായി പിശാചിൻ്റെ സന്തതിയെയും കുടുംബത്തെയും ഒക്കെ ദൈവകരുണയാൽ ദൈവം പാപത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ, എൻ്റെ വാക്കുകൾ അതിരൂക്ഷമാണ് എന്ന് എനിക്കറിയാം. ഈ രീതിയിലല്ലാതെ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അറിയില്ല. കാരണം ഈ രീതിയിലല്ലാതെ ഒരു ആത്മാവ് പൂർണ്ണമായി നശിക്കുന്നു, അവനോടൊപ്പം അവൻ്റെ ഭാര്യയും മക്കളും കുടുംബവും പോലും നശിക്കാൻ ഇടയാകും എന്ന അവസ്ഥ സ്വർഗത്തെ അത്രയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഓരോ ആത്മാവിനെയും പ്രതി സ്വർഗം ഒത്തിരി വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രൂക്ഷമായ ഭാഷയിൽ തന്നെ സത്യം ഞാൻ തുറന്നു പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആദത്തോടും വിമലിനോടും ഈ പിശാചിൻ്റെ പിടിയിൽപ്പെട്ടു പോയ മനുഷ്യരോട് ദൈവത്തിൻ്റെ അതിശക്തമായ കരുണ ഉണ്ടാകട്ടെ. ആ കരുണയിലൂടെ ഈ പിന്മയുടെ ബന്ധനത്തിൽ നിന്ന്, സാത്താൻ്റെ പിടിയിൽ നിന്ന് ദൈവം അത്ഭുതകരമായി ഇവരെ മോചിപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.